ഹലോ, നമുക്കിന്ന് നല്ലൊരു ബീഫ് കറി വെക്കാം. അതിനായിട്ട് നമ്മൾ ഒരു പാനിൽ ഇച്ചിരി ഒരു 100 ഗ്രാം അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞ് വയ്ക്കാം. ഇഞ്ചി ഇടാം. ഇത് ഒരു 1.5 കിലോ ബീഫിനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 50 ഗ്രാമോളം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. തീ കൂട്ടി കൊടുക്കാം. ഇതൊരു നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുള്ളൂ. നമ്മുടെ പഴയ രീതിയിലുള്ളൊരു ബീഫ് കറിയാണ്. ഇപ്പോഴത്തെ പുതിയ രീതിയല്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രീതി. അന്ന് ചുവന്നുള്ളി വെച്ചായിരുന്നു കൂടുതലും. സവാള അങ്ങനെ ഇല്ല. സവാള ഒന്നും വാങ്ങിച്ച് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു 1.5 കിലോ ബീഫിനൊരു 3/4 കിലോയോളം തന്നെ ചുവന്നുള്ളി രണ്ടായിട്ട്, വലുതൊക്കെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ചെറുതൊന്നും മുറിച്ചിട്ടില്ല. അതുപോലെ കഴുകി വെച്ചതാണ്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴലട്ടെ, ഒത്തിരി വേണ്ട. ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇത്ര മതി. ഇതിനകത്തോട്ട് നമ്മൾ ഒരു കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, തീരെ അങ്ങ് പൊടിഞ്ഞു പോയതല്ല, നൈസല്ല, ഒന്ന് ചതവ്, അതും കൂടി ഇട്ട് നമ്മൾ ഇതിനൊന്ന് ഇങ്ങോട്ടൊന്ന് ചൂടാക്കി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് കറിവേപ്പിലയൊക്കെ നമുക്ക് ആവശ്യത്തിനിടാം. നല്ലപോലെ കറിവേപ്പില ഇടാം. നമ്മളൊരു 1.5 കിലോ ബീഫ് കഴുകി ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് നമ്മൾ കഴുകി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചോരമയം എല്ലാം പോയിട്ടുണ്ട്. നന്നായിട്ട് കഴുകി മസാല പരത്തി വെച്ചിട്ടിപ്പോൾ ഒരു അരമണിക്കൂറോളമായി. അപ്പം നമ്മളിത് ഈ വാടിയിരിക്കുന്ന ഈ ഉള്ളി കൂട്ടെല്ലാം കൂടെ നമ്മളിതിനകത്തോട്ട് ആക്കി കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന്
ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം. നമ്മളിത് അടുപ്പിൽ വെക്കുകയാണ്. തീ കൂട്ടില്ല. ഒരു 2 വിസിലടിക്കട്ടെ. നമ്മൾ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കടുക് വറുത്തിടാൻ തന്നെയല്ല, നമ്മൾ അത് മുഴുവനും കൂടെ കറിയാക്കുന്നില്ല. കടുകിടാം. കടുകൊന്ന് പൊട്ടട്ടെ. ഇപ്പം നന്നായിട്ട് വെന്തിരിക്കുവാണ്. മുഴുവൻ നമുക്ക് ഇപ്പം ആവശ്യമില്ല. കുറച്ച് സാധനമാണ് ഇപ്പം അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ വേവിച്ച് വെച്ചിരിക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിലേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇരുന്ന് വേകുവായത്. 2 വിസിൽ മതി. അതിൽ കൂടുതലായ വെന്തങ്ങ് വല്ലാതെയായി പോകും. ഇത്തിരി കുഴഞ്ഞു പോയാൽ അഴുക്കാം. ഒരു ടേസ്റ്റ് ഇല്ലാതെ കുഴഞ്ഞിരിക്കും. പിന്നെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും കുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. ഇപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. അരിഞ്ഞ് വെച്ച ഉള്ളി നമുക്ക് കുറച്ചിടാം. കുറച്ച് കരിവേപ്പില ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടില്ലായിരുന്നു. മസാലപ്പൊടി കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് മസാലപ്പൊടി ഇട്ടു. കുറച്ചൊരു മല്ലിപ്പൊടി ഇട്ടു. കുറച്ച് നമ്മൾ മസാലപ്പൊടിയൊക്കെ മുമ്പേ ഇട്ടതാണ്. കുറച്ച് കുറവുള്ളത് കൊണ്ട് നമ്മൾ അന്നേരം മുഴുവൻ ഇടുന്നില്ല. കുറച്ച് കുറവുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മസാലപ്പൊടി ഇട്ട് അപ്പോൾ നമ്മൾ ചൂടാക്കി എടുക്കണം. മുഴുവനും കൂടെ ഉണ്ടാക്കി വെച്ച് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ അതിങ്ങനെ പിന്നെയും നമ്മൾ ചൂടാക്കുമ്പോൾ അതൊരു സുഖമില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളിത് ആക്കിയെടുക്കണം. നമുക്ക് കുറച്ച് ഇറച്ചിക്കൂടി കുറച്ച് കോരിയിടാം. അപ്പം നമ്മൾ ഇത്രേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ അവിടെ വെച്ചിരിക്കുവാണ്. ഇച്ചിരി ഒന്ന് കുറുകി വരട്ടെ. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് ഇങ്ങനെ ചൂടാക്കിയാൽ മതി. അല്പം മുളക് പൊടി ഇട്ട് അല്പം മസാലപ്പൊടി ഇട്ട് ഒന്ന് കടുക് പൊട്ടിക്കാനായിട്ട് എടുക്കുന്ന പോലെ ഇച്ചിരി ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്ന പോലെ തിരിപ്പം കൂട്ടി വെക്കാം. നമ്മൾ കുറച്ചൊരു മസാല പൊടിച്ച് വെച്ചതാണ്. നമ്മളിവിടെ പൊടിച്ച് വെച്ച മസാലയാണിത്. ഒരു
മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് ഇത് ഏകദേശം ഒരു സ്പൂൺ വേണം, ഒരു ടീസ്പൂൺ പൊടിയിട്ട് നല്ലൊരു മണത്തിനും നമ്മൾ ചെയ്ത് തീർക്കുവാണ്. ഒരു മണവും രുചിയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പില്ലെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ബാക്കി ഉപ്പ് ചേർക്കുന്നത്. അപ്പം നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഈ കറിയാണെങ്കിൽ ചോറിന്, ചപ്പാത്തിക്ക്, നമ്മുടെ പൊറോട്ട ഉണ്ടെങ്കിൽ പൊറോട്ടയ്ക്ക്, കപ്പ വേവിച്ചതിന്, അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഇതിനകത്തിപ്പം നമ്മൾ തേങ്ങാപ്പാലും ഒന്നും ഒഴിച്ചിട്ടില്ല എങ്കിൽ പോലും ഇതിന് നല്ല കുറുക്കമുണ്ട്. അത് കുറുകി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഉള്ളി നന്നായിട്ട് അതിനകത്ത് കിടന്ന് വെന്തുടഞ്ഞ് നല്ല കൊഴുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് ആ ഉള്ളിയാണ് അതിൻ്റെ ഒരു ആ കൊഴുപ്പൊക്കെ തരുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ തേങ്ങാപ്പാൽ ഒഴിക്കാം വേണ്ടവർക്ക്, ചാറ് കൂടുതൽ വേണ്ടവർക്ക്. അല്ലെങ്കിൽ മാഗിയുടെ പൊടി വേണമെങ്കിലും തേങ്ങാപ്പാൽ പൊടി വേണമെങ്കിലും ഒഴിക്കാം. നമ്മുടെ നാടൻ പൊടി ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ഇതുണ്ട്, തിളപ്പിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി പൊടി ഒഴിച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ നാടനാണെങ്കിൽ, പൊടിപ്പാലാണെങ്കിൽ നമുക്ക് തിളപ്പിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് അതിനെ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഇതിനകത്ത് ഇച്ചിരി നെയ്മയമുള്ള ഇറച്ചിയായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് അതിൻ്റെ ഒരു എണ്ണമയമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എണ്ണ ചേർത്തിട്ടുണ്ട്. നെയ്മയം ഇല്ലാത്ത ഇറച്ചിക്കാണെങ്കിൽ ഇച്ചിരി എണ്ണ നല്ലപോലെ വേണം. ഇതിനകത്ത് ഇച്ചിരി നെയ്മയമുള്ള ഒരു ഇറച്ചിയായിരുന്നു കണ്ടിട്ട്. ഇച്ചിരി നെയ്മയം ഉണ്ട്. നെയ്മയമുള്ള ഇറച്ചി നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ഇച്ചിരി നമ്മുടെ പശുവിൻ നെയ്യ് ഇച്ചിരി ചേർത്താലും, കടുക് പൊട്ടിക്കുമ്പോൾ ഇച്ചിരി ചേർത്താലും നല്ലത് തന്നെയാണ്, ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചിക്കറി. നല്ല രുചികരമായിട്ടുള്ള ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാ സാധനത്തിനും നമുക്കിത് ഉപയോഗിക്കാൻ കൊള്ളാം. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയുകയും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നോട് ചോദിക്കണം കേട്ടോ. കമൻ്റ് ഇടണം, ഒക്കെ ചെയ്യണം. ഓക്കെ.